നവകേരള സദസ്സ് തുടങ്ങിയത് രണ്ടാം കേരളത്തെ, ഒരു നവകേരളത്തെ കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. നാളെ ഈ നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തെരുവിൽ യുദ്ധമാണ്. ഒരു കലാപവും യുദ്ധസമാനമായ സംഘർഷാവസ്ഥയുമാണോ തെരുവിൽ നവകേരള സദസ്സ് ബാക്കി വയ്ക്കുന്നത് എന്നതാണ് ചോദ്യം. വസീഫ്, ഞാൻ ആദ്യം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുണിനെ, പ്രത്യേകിച്ച് ഈ ഒരു പരിപാടി, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി എല്ലാ മണ്ഡലത്തിലൂടെയും സഞ്ചരിച്ച് അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു, സ്വരൂപിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്ത ഒരു രീതിയുണ്ടല്ലോ, അത് മാതൃകാപരമാണ്. അതൊരു ക്രിയേറ്റീവ് മീഡിയ പ്രവർത്തനമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് ഈ ഒരു സമയത്തും ഇതിനെക്കുറിച്ച് പറയേണ്ടത്. കാരണം നിങ്ങൾ ഒരു 140 മണ്ഡലത്തിലും പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഏറെക്കുറെ അവിടെയൊക്കെ എത്തി. ആ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ്. ഒരു മണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഒരു ആഘോഷപൂർവ്വം ഗവൺമെൻറ്റിനെ അങ്ങ് സ്വീകരിക്കുകയാണ്. ആ സ്വീകരിക്കുന്ന ആ സമയത്ത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷം വലിയ പ്രയാസത്തിലാണ്, അവർ അസ്വസ്ഥരാണ്. ഈ ജനങ്ങളോട് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമൊക്കെ ഈ ഭരണ നേട്ടങ്ങളും അതുപോലെ തന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇവർ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കലാപാഹ്വാനവുമായിട്ട് വരുന്നത്. അസ്വസ്ഥതയാണ് പ്രതിപക്ഷത്തിന്, വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്ത അസൂയ, ഇതൊക്കെ ചേർന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ നമുക്ക് നിർഭാഗ്യവശാൽ കേരളത്തിന് കിട്ടി. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം പോസിറ്റീവായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? ഏത് സമയത്തും ആരെയും അപമാനിക്കാനും ആരെയും ആക്ഷേപിക്കാനും മാത്രം തുനിയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, ഒട്ടും നിലവാരമില്ല എന്ന് തന്നെയാണ് ഈ ജനം വിലയിരുത്തുന്നത്. ഒന്നിനെയും സഹിഷ്ണുതയോടുകൂടി കാണുന്നില്ല, ദീർഘവീക്ഷണത്തോടു കൂടി കാണുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ UDFന്റെ പ്രതിനിധി സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ലേ, നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംസാരിക്കേണ്ടതുണ്ട്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കല്യാശ്ശേരിയിലെ ഇരിയപുരത്തെ ആക്രമണത്തോടു കൂടിയാണ് സംഘർഷാവസ്ഥയിലേക്ക് നവകേരള സദസ്സ് മാറുന്നത്. മഞ്ചേശ്വരത്ത് വരുമ്പോഴോ കാസർഗോഡ് വരുമ്പോഴോ ഉദുമയിൽ വരുമ്പോഴോ ഇല്ലാതിരുന്ന ഒരു സംഘർഷ സാധ്യത ഉടലെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാ ദൗത്യം വരുന്നതോടു കൂടിയാണ്. ഇന്നിപ്പോൾ കൊല്ലത്ത് തിരിച്ചടി കിട്ടി. അതിനുശേഷം ഓരോ ഇടങ്ങളിലെ യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐയും പോലീസിനെയും നേരിടാൻ വേണ്ടി തെരുവിലിറങ്ങുന്നു. KSU പ്രവർത്തകർ ഇറങ്ങുന്നു, ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുന്നു. അവരൊക്കെ ഇപ്പോൾ പ്രതിരോധിക്കാൻ അവരുടെ മുന്നിൽ പറയാനൊരു കാരണമുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന ജീവൻ രക്ഷാ ദൗത്യത്തെ പ്രതിരോധിക്കുക എന്നത് ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് അടിയേൽക്കാൻ പാടില്ല, അതുകൊണ്ട് കയ്യിൽ പട്ടികകൾ കരുതുന്നു എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ കല്യാശ്ശേരിയിലുള്ള ആ മോഡലിനെ മുഖ്യമന്ത്രി അന്ന് തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊരു വടി ഈ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരുമായിരുന്നോ? അല്ല അരുണേ, നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ വിമാനത്തിൽ കയറി അക്രമത്തിന് നേതൃത്വം കൊടുത്തവരല്ലേ ഇവർ. ആ വിമാനത്തിൽ കയറി അക്രമത്തിന് നേതൃത്വം കൊടുത്ത സമയത്തും കേരളത്തിലെ ചില മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പോരാട്ടമായിട്ട് അവർ കണ്ടത്. വിമാനത്തിൽ കയറി മുഖ്യമന്ത്രി അപായപ്പെടുത്താൻ ബോധപൂർവമായി ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസും അതിന് ടിക്കറ്റ് എടുത്തു കൊടുത്ത് അതിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നവരാ കേരളത്തിലെ ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ. ഇവിടെ കേരളത്തിൽ തന്നെയല്ലേ, ഈ കുറച്ച് വർഷങ്ങളല്ലേ ആയുള്ളൂ ഞങ്ങളുടെ പ്രിയങ്കരനായ SFI നേതാവ് ധീരജിനെ ഇടുക്കിയിലെ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത്. മുഖ്യമന്ത്രി അപായപ്പെടുത്തുമെന്നുള്ള ഭയം എങ്ങനെയാണ്? ഇന്നൊരു മറ്റൊരു ചാനലിലെ പ്രവർത്തകയ്ക്കെതിരെ നിങ്ങൾ കേസെടുത്തു. ഷൂ എറിഞ്ഞതിന് പേരിൽ വധശ്രമത്തിനുള്ള കേസാണ് ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ നിങ്ങൾ എടുത്തിരിക്കുന്നത്. എങ്ങനെയാണത് സാധ്യമാവുക? ഇത് കേരളം കാണുന്നുണ്ട് സാർ. അതുകൊണ്ടാണ് ഷൂ എറിഞ്ഞാൽ അത് വധശ്രമത്തിന് 308 ഇടേണ്ടതാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുന്നത്. ഷൂ എറിയുന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ലെങ്കിൽ പോലും. അല്ല അരുൺ, ഞാൻ ഒന്ന് പറഞ്ഞു മുഴുവനാക്കട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതിന്റെ നേതൃത്വം ഇടുക്കിയിലെ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കഠാരയുമായിട്ട് എത്തിയത് എങ്ങനെയായിരുന്നു? എത്തി കൊലപ്പെടുത്തി. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന SFIക്കാരനായിട്ടുള്ള മിടുക്കനായ വിദ്യാർത്ഥിയെ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ എന്താ പറഞ്ഞത്? എരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്നാ. കേരളം കണ്ടതല്ലേ?
ഞങ്ങൾ ക്ഷമിച്ചില്ല അരുണ ഈ കേരളത്തിൽ? ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ 2 പ്രിയപ്പെട്ട സഖാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയില്ലേ കോൺഗ്രസ്? ഞങ്ങൾ ക്ഷമിച്ചില്ലേ അരുണെ? എവിടെയെങ്കിലും തിരിച്ചടിക്ക് ഡിവൈഎഫ്ഐ മെനക്കെട്ടോ? ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്തോ? ഞങ്ങൾ എവിടെയും ആഹ്വാനം ചെയ്തില്ല. എന്നിട്ടും ഇവർ ഈ തിരുവനന്തപുരത്ത് ചെയ്തതെന്താ? ഇവരുടെ ഒരു സംസ്ഥാന നേതാവിന്റെ വീട്ടിൽ അക്രമം നടന്നു. നേരത്തെ ശെൽവരാജിന്റെ വീടിന് തീയിട്ടു എന്ന് പറയുന്നത് പോലെ ഇവരുടെ സ്വന്തം വീട്ടിൽ അവരുടെ മകനെ കൊണ്ട് അക്രമം നടത്തിയിട്ട് ഇത് ഡിവൈഎഫ്ഐയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്. ഇവരെന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഇവർ ക്രിമിനലുകളുടെ കൂട്ടമാണ്. ഈ ക്രിമിനലുകളുടെ കൂട്ടം ഒരാഹ്വാനവുമില്ലാതെ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ച്, പിന്നെ എറണാകുളത്ത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് കയറുന്നതിന് മുമ്പ് ഷൂ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറയാ ഇനി മുതൽ ഞങ്ങൾ ഷൂ എറിയുകയാണ്. നേരത്തെ കരിങ്കൊടി കാണിച്ചതിന് ശേഷം ഇവർ പറഞ്ഞു ഇനി ഞങ്ങൾ കരിങ്കൊടി കാണിക്കുകയാണ്. ഷൂ എറിഞ്ഞതിന് ശേഷം ഇവർ പറയാണ് ഇനി ഞങ്ങളുടെ സമരം ഷൂ എറിയൽ സമരമാണ്. നാളെ ഇവര് കഠാരയുമായിട്ടാണ് സമരത്തിന് വരുന്നെങ്കിൽ പിന്നെ അവരത് ചെയ്തു കഴിഞ്ഞിട്ട് പറയും ഞങ്ങൾ ഇതാ കഠാര സമരമാണ് ഇനി നടത്താൻ പോകുന്നത്, ഞങ്ങൾ കല്ല് സമരമാണ് നടത്താൻ പോകുന്നത്. അതാണല്ലോ ഇപ്പൊ സതീശൻ പറഞ്ഞത്. വോളണ്ടിയർമാർ ഈ പ്രവർത്തകരെ നേരിടാനുള്ള നിയമപരമായ അവകാശം എന്താണ്? അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് കേരളത്തിലെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ നേരിടാൻ? അതാണ് കേരളം ചോദിക്കുന്ന ചോദ്യം. ഒരിക്കലുള്ള അരുണെ ഈ സമയത്ത് റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന പരിപാടി സ്ഥലത്തേക്ക് ഏതെങ്കിലും ആളുകൾ ആയുധമായിട്ടോ ആയുധമില്ലാതെയോ, കാഴ്ചയിൽ ആയുധമില്ല കരിങ്കൊടി മാത്രമായിട്ട് കയറി വരുന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രവർത്തകർ അവിടെ ഉണ്ടെങ്കിൽ ഈ അരുണിനെയും ഈ പറയുന്ന റിപ്പോർട്ടർ സംഘത്തെയും സംരക്ഷിക്കാൻ ഞങ്ങളുടെ സഖാക്കൾ മുന്നിലുണ്ടാകും. അത് ഞങ്ങളുടെ രീതിയാ. ഞങ്ങൾ അങ്ങനെ ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാകും. പക്ഷെ അരുണെ എവിടെയും ഞാനും പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളൊക്കെ പറഞ്ഞതാണ്, ഞങ്ങളുടെ ഘടകങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തതാണ്, എവിടെയും ബോധപൂർവമായി ഒരു ആക്രമത്തിനും നമ്മൾ നേതൃത്വം കൊടുക്കരുത്. ഇപ്പൊ തന്നെ ഇവിടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും സാക്ഷാൽ VD സതീശനും ഒക്കെ തെരുവിലിരുന്ന് വെല്ലുവിളിച്ചിട്ട്, നേരത്തെ ധീരജിനെ കൊലപ്പെടുത്തിയിട്ടും വെല്ലുവിളിച്ച് പ്രകോപനത്തിന് നേതൃത്വം കൊടുത്തിട്ട് എവിടെയെങ്കിലും ഞങ്ങൾ ക്ഷമിച്ചു നിന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരടി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. കേരളത്തിലെ ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചോണ്ടാ. പക്ഷെ നിങ്ങൾ കരുതേണ്ടത് ഈ പട്ടികയുമായിട്ട് വരുന്നവർ അഡ്വക്കേറ്റ് സുരേഷിന് ചോദ്യം